ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. യോനായുടെ പുസ്തകം, സ്തോത്രം, 1-ാം അധ്യായം 4, 5, 6 വാക്യം. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു, കപ്പൽ തകർന്നു പോകാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ടു, ഓരോരുത്തൻ താൻ്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാറ്റും കോളും തിരമാലയും ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോഴും പലരും സാരമില്ല, കുഴപ്പമില്ല, ഇന്നല്ലെങ്കിൽ നാളെ അതങ്ങ് മാറും എന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ ഒരു തകർച്ച സംഭവിച്ചതിൻ്റെ പിൻപിൽ ഒരു വ്യക്തിയാണ്. സ്തോത്രം. ദൈവം പറയുന്ന വാക്ക് അത് അതിൻ്റെ പ്രകാരം അനുസരിച്ച് ദൈവ ഇഷ്ടം ചെയ്യുവാൻ തയ്യാറാകാതെ പോകുന്നത് കൊണ്ട് വരുന്ന തകർച്ച, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ എങ്ങനെയെല്ലാം ശ്രമിച്ചാലും അത് നടക്കത്തില്ല. ആരൊക്കെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും കർത്താവ് നിന്നെ തൊട്ടില്ല എങ്കിൽ, കർത്താവ് നിൻ്റെ പ്രവൃത്തിക്ക് പ്രതിഫലം തന്നില്ല എങ്കിൽ, കർത്താവ് ഏൽപ്പിച്ചത് ചെയ്യുവാൻ നീ തയ്യാറായില്ല എങ്കിൽ, എപ്പോ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിച്ച പദ്ധതിയിൽ നീ എത്തിച്ചേരുമോ ആ സമയം വരെയും നീ കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വരും. ഇവിടെ വ്യക്തമായി പറയുന്നത്, സ്തോത്രം, യോന നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. സ്തോത്രം. ഉറങ്ങുന്ന ഒരുപാട് പേരുണ്ട്, ഉറക്കം നടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ യോന ഉറങ്ങാൻ കാരണം അവൻ സകലതും മറന്നു. ദൈവം നടത്തിയ വഴികൾ, കരുതിയ നന്മകൾ, ഇത്രത്തോളം ആയുസ്സും ആരോഗ്യവും ബലവും കൊടുത്ത നാളുകളെ യോന മറന്നു. മറക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ അരുളപ്പാട് വ്യക്തമായി കേട്ടിട്ടും ദൈവത്തോട് മറുതലിച്ച് ദൈവത്തിൻ്റെ ആലോചനയെ അത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാൻ മനസ്സില്ലാതെ വൈമനസ്യത്തോടെ, സ്വത്രം, എവിടേക്ക് പോകാനാണ് യോനോട് പറഞ്ഞത്? നിനവയിലേക്ക്. സ്വത്രം. എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത്? ആ നിനവയിലെ ജനം നശിച്ചു പോകുന്നതിൽ ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ല. ഇന്ന് രാത്രികാലം വ്യക്തമായി നിങ്ങളോടും പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലും കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് നാമും ഓടാറുണ്ട്. എന്നാൽ നിനവേ പട്ടണത്തിൽ ജനം അനുസരണമുള്ള ജനമാണെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ആ ജനത്തിനൊരു മാനസാന്തരം ഉണ്ടാകേണ്ടതിന് ദൈവത്തിൻ്റെ ദാസനായ യോനയോട് പറയുന്നത്, യോനെ, നീ നിനവേ പട്ടണത്തിൽ പോയി എൻ്റെ ജനത്തോട് ഞാൻ അരുളിച്ചെന്ന് ദൂതറിയിക്കണം, അവരെനിക്ക് പ്രിയമുള്ളവരാ. സ്തോത്രം. ഈ രാത്രികാലം നിങ്ങളോട് പറയട്ടെ, എൻ്റെ കർത്താവ് നിങ്ങൾക്ക് പ്രിയനാ. അങ്ങനെയെങ്കിൽ ആ കർത്താവിനെ നിങ്ങൾ പ്രിയനായി ചേർത്ത് പിടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടങ്ങളും നീങ്ങി ശ്രേഷ്ഠകരമായ സന്തോഷത്തിൻ്റെ നാളുകൾ അനുഭവിപ്പാൻ സ്വർഗത്തിലധികം ഭാഗ്യം തരും. നോക്ക്, അനുസരണം കെട്ട യോന, സ്തോത്രം, നിനവേലേക്ക് പോകേണ്ടവൻ തർസീസിലേക്ക് പോകുവാൻ, സ്തോത്രം, കപ്പലിൽ കയറി. സ്തോത്രം. ആ
കപ്പലിനകത്ത് സ്വത്രം ആരും കാണാതെ സ്വത്രം എന്നെ ആരും അറിയരുത്, ഞാൻ ഇതിനകത്തുണ്ടെന്ന് ആരും ഗ്രഹിക്കരുത് എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് സ്വത്രം അതേതായാലും നല്ല കാര്യമാണ്. ടിക്കറ്റ് എടുത്തിട്ടാണ് അവൻ പോയി. നമ്മളാണെങ്കിൽ ടിക്കറ്റും എടുക്കത്തില്ല. സ്വത്രം മാക്സിമം എങ്ങനെ കളിപ്പിച്ച് പോകാൻ പറ്റുമോ അങ്ങനെ പോകാൻ ശ്രമിക്കുന്നവരെ നമ്മളിൽ പലരും. സ്വത്രം എന്നാൽ യോന ടിക്കറ്റ് എടുത്തിട്ട് ആരും ഇനി എന്നെ കാണണ്ടെന്ന് പറഞ്ഞ് കടലിൻ്റെ അടിത്തട്ടിൽ പോയി കിടന്നു. സ്വത്രം പക്ഷെ ഏതടിത്തട്ടിൽ നീ പോയി കിടന്നാലും അവിടെ നിന്ന് നിന്നെ പൊക്കി പുറത്ത് കൊണ്ടുവരുന്നതിനാ എൻ്റെ കർത്താവ്. കാരണം നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിൻ്റെ മേൽ ഒരു ദൈവത്തിൻ്റെ നീതിയുണ്ട്. നീ മൂലം ദൈവനാമം ദേശത്ത് മഹത്വമെടുക്കണമെന്ന് സ്വർഗത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കുഞ്ഞെ, നീ എത്ര അകന്നു പോയാലും സ്വർഗം നിന്നെ അടുപ്പിച്ച് കൊണ്ടുവരും. കാരണം എൻ്റെ ദൈവം നിന്നോട് ചെയ്ത വാഗ്ദത്തമുണ്ടല്ലോ. ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചത് കൊണ്ടല്ലോ. മറ്റുള്ളവരെ കണ്ടിട്ട് അവർ കൊള്ളാത്തവരായതുകൊണ്ടല്ല, നിന്നോടൊരു പ്രത്യേക പരിഗണന സ്വർഗത്തിലെ ദൈവത്തിന് ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം. ദൈവത്തിന് വേണമെങ്കിൽ യോനയെ തള്ളിക്കളയാം, മറ്റൊരുവനെ ദൈവത്തിനാക്കാം. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് യോനയെ വലിയ ഇഷ്ടമാണ്. സ്തോത്രം. അതിലൂടെ ഒരു പാഠം കൂടി നമ്മെ പഠിപ്പിക്കാൻ യോനയെ തന്നെ സ്വർഗം കരങ്ങളെടുത്തു. സ്തോത്രം. നോക്ക്, യോന കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ കപ്പലിലുണ്ടായിരുന്ന ആ ജോലിക്കാർ മുഴുവനും അവൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നൊരു വാക്ക് ശ്രദ്ധ വെച്ച് കേൾക്കണേ. നീ ആര്? നീ എവിടെ നിന്ന് വന്നു? ഇത്രയും പ്രതികൂലത്തിൻ്റെ കാറ്റ് പടകിന് നേരെ ആഞ്ഞടിച്ചിട്ടും ഒന്നും അറിയാത്തവനായി നീ ഇവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങാതെ എഴുന്നേറ്റ് നീ നിൻ്റെ ദൈവത്തോട് വിളിച്ചപേക്ഷിക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ. സ്തോത്രം. യോന എഴുന്നേറ്റ് അവരോട് പറഞ്ഞ വാക്ക്, കരയും കടലിനെയും ഉണ്ടാക്കിയവൻ്റെ മകനാ ഞാൻ. ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കർത്താവിൻ്റെ പൈതലാണ് നീ എന്ന് ഇന്ന് രാത്രികാലം തിരിച്ചറിയണം. എൻ്റെ കർത്താവ് അറിയാതെ നിൻ്റെ തലയിലൊരു മുടിനാര് പോലും കൊഴിയത്തില്ല. സ്വത്രം. എന്താ യോന പറഞ്ഞത്? കരയെയും കടലിനെയും നിർമ്മിച്ചവൻ്റെ പൈതലാ ഞാനെന്ന്. സ്വത്രം. ഞാൻ മൂലമാണ് ഈ കൊടുങ്കാറ്റും പെരുങ്കാറ്റും വരുവാൻ കാരണം. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്നെ എടുത്ത കടലിക്കള. സ്വത്രം. എത്ര ധൈര്യത്തോടെ യോന പറയുന്നത് എന്നെ എടുത്ത കടലിൽ കളയാൻ. പിന്നിൽ സംഭവിക്കാൻ പോകുന്നത് യോനയ്ക്ക് അറിയത്തില്ലേ? ഏതെങ്കിലും ഒരു മീൻ വന്നവനെ കൊത്തി തിന്നും, ഇല്ലെങ്കിൽ വല്ല സ്രാവിൻ്റെ വയറ്റിൽ കയറി അവിടെ അവൻ മരിക്കും. സ്വത്രം. ഇല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ആഘാതങ്ങളിലേക്ക് അവൻ താഴ്ന്നു പോകും. സ്വത്രം. എൻ്റെ കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് നിൻ്റെ മേൽ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് നിന്നോട് കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിൻ്റെ വായോട് കൂടെ ഇരിക്കാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ എവിടെ പോയാലും തോറ്റു പോകത്തില്ല, തകർന്നു പോകാൻ ദൈവം നിന്നെ വിടത്തുമില്ല. സ്തോത്രം. ഈ നല്ല രാത്രികാലം ഞാൻ വ്യക്തമായി പറയട്ടെ കുഞ്ഞെ, നാം കാണാതെ ഇരിക്കുമ്പോൾ നമ്മെ കണ്ടവനാ, നാം അറിയാതെ ഇരിക്കുമ്പോൾ നമ്മെ അറിഞ്ഞവനാ. സ്തോത്രം. നാം ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഈ കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് കടന്നു വരുമെന്ന്. എന്നാൽ സർവശക്തനായ ദൈവം നാം പോലും അറിയാതെ നമ്മെ ചേർത്ത് പിടിക്കാൻ മനസ്സലിവ് കാണിച്ചെങ്കിൽ അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി നാം മാറ്റപ്പെടാൻ ആഗ്രഹിച്ചാൽ കുഞ്ഞ്, നീ കാണുന്നതിലും നീ ചിന്തിക്കുന്നതിലും ഉപരിയായി കർത്താവ് നിന്നെ ഉയർത്തി മാനിക്കും. സ്തോത്രം. വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന മക്കൾ യഹോവ നൽകുന്ന ദാനം, ഉദരഫലം, അവൻ നൽകുന്ന പ്രതിഫലം. അങ്ങനെയുള്ള നിനക്കൊരു കുടുംബം തന്നെങ്കിൽ, നിനക്ക് മക്കളെ തന്നെങ്കിൽ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നീ കാണുന്ന അളവിലല്ല, അതിൻ്റെ 10 ഇരട്ടി അക്കരയ്ക്കപ്പുറത്താ. കാരണം എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചത് ലോകയുടെ മുമ്പിൽ ഒരു പരസ്യക്കോലമാകാനല്ല, പിന്നെയോ ലോകയുടെ മുമ്പിൽ ശ്രേഷ്ഠനായി തല ഉയർത്തി നിൽക്കാനാ. എന്നാൽ നീയോ പലപ്പോഴും നീ ദൈവത്തിൽ നിന്ന് അകന്ന് 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 മാറുക. സ്തോത്രം. യോന പറയുന്നത് കേട്ടെ, എന്നെ എടുത്ത വെള്ളത്തിലിട്ടേരെ. സ്തോത്രം. അപ്പോൾ കാറ്റടങ്ങും. സ്തോത്രം. ഇന്നല്ല രാത്രിയിൽ ഞാൻ വ്യക്തമായി പറയട്ടെ, ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിയുന്ന നീ ഒരിക്കലും ലോകത്തിലേക്ക് നോക്കത്തില്ല.
സ്വത്രം. മനുഷ്യൻ പറയുന്നത് നീ കേൾക്കത്തില്ല, സർവശക്തനായി ദൈവം എന്ന് പറയുന്നു. അത് പ്രകാരം ആരൊക്കെ എവിടൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും നീ നഷ്ടപ്പെടത്തില്ല. വിശ്വാസത്തോടെ ദൈവത്തെ മുറുകെ പിടിച്ചു നോക്ക്, നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരൊക്കെ വീഴും, സ്വത്രം. പക്ഷെ നീ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നിന്നോട് കൂടെ ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം നിവർത്തി വെളിപ്പെടും കാലം വരെയും ഒരു രോഗത്തിനും നിന്നെ വിട്ടുകൊടുക്കത്തില്ല, ഒരു ശാപത്തിന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ലോകയുടെ മുമ്പിൽ നീ തലകുനിച്ച് നടക്കുവാനുള്ള ഇടയും ദൈവം വരുത്തത്തില്ല. ഇന്നൊരൽപ്പം തല കുനിഞ്ഞാൽ, ഇന്നൊരൽപ്പം രോഗം നിന്നെ കടന്നു പിടിച്ചാൽ, ഇന്നൊരൽപ്പം കണ്ണുനീര് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നെന്ന് കരുതി അത് നിന്റെ മരണത്തിനല്ല, സ്വത്രം, അത് നിന്റെ തകർച്ചയ്ക്കല്ല, അത് നിന്റെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കാണെന്ന് വിശ്വസിക്കുക. യോനയ്ക്കറിയാം, സ്വത്രം, എന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ആ വെള്ളത്തിൽ എന്നെ എടുത്തിട്ടാൽ കാറ്റും കടലിനെയും കരയും ഉരുവാക്കിയവൻ ആ വെള്ളത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനാ. വിശ്വാസത്തിൻ്റെ പൂർണ്ണത എന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ. ഏത് സാഹചര്യം നിനക്കെതിരെ പ്രതികൂലമായി നിന്നാലും നീ വിളിച്ചപേക്ഷിക്കുന്നവൻ നിനക്ക് അനുകൂലമായിരിക്കും, സ്തോത്രം. അതുകൊണ്ട് ഒരിക്കലും നീ തോറ്റുപോകത്തില്ല, സ്തോത്രം. മനുഷ്യൻ്റെ ചിന്തകളും വിചാരങ്ങളും നിരൂപണങ്ങളുമൊക്കെ വില കുറഞ്ഞതാ, സ്വത്രം. മറ്റുള്ള മുമ്പിൽ പലപ്പോഴും അത് ശൂന്യമാണെന്ന് തോന്നാം. പക്ഷേ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ നിനക്കിട്ടിരിക്കുന്ന വിലയുണ്ടല്ലോ, അത് മുഴുലോകത്തേക്കാൾ വലിയതാ, സ്തോത്രം. ആ വലിയവനായ ദൈവം നിൻ്റെ വില കണക്ക് കൂട്ടിയിട്ടാ നിന്നോട് പറയുന്നത്, ലോകത്തിൽ നീ ഒരു ഭോഷനാകാതെ ശ്രേഷ്ഠനായി എന്നെ ഉയർത്താൻ, സ്തോത്രം. കർത്താവിനെ ഉയർത്തിയാൽ നീ ഭോഷനല്ല, നീ ശ്രേഷ്ഠനായി മാറും, സ്തോത്രം. എന്നാൽ പലപ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും നാം പിറുപിറുക്കുകയല്ലേ ചെയ്യുന്നത്, സ്തോത്രം. നമുക്കൊന്ന് വായിക്കാം, സ്തോത്രം, സ്തോത്രം. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യം ഒന്ന് വായിച്ചേ, സ്തോത്രം. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ, സ്തോത്രം. അതിങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു, സ്തോത്രം. നോക്ക്, നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തിന് മുഷിവുണ്ടാക്കുന്നു എന്ന് സർവശക്തനായ ദൈവം തൻ്റെ ഈ വചനത്തിലൂടെ നമ്മോട് പറയുക, സ്തോത്രം. ശരിയല്ലേ, സ്തോത്രം. പല കാര്യങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപിലൂടെ കടന്നു പോകുമ്പോൾ, സ്തോത്രം, നമ്മൾ പലതിനെയും ചോദ്യം ചെയ്യാറില്ലേ, സ്തോത്രം. പല തെറ്റുകൾ കാണുമ്പോൾ അവരെല്ലാം സുഖമായി ജീവിക്കുന്നു, നീതിമാനായ എൻ്റെ ജീവിതത്തിൽ ഒരു കാലത്തും കഷ്ടം മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നാം പിറുപിറുക്കാറില്ലേ. വചനം പറയുകയാണ്, സ്തോത്രം, ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു, അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ, സ്തോത്രം. പ്രതികൂലം ജീവിതത്തിന് നേരെ കടന്നു വരുമ്പോൾ ദൈവമക്കളായ നാം പലപ്പോഴും പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്, പക്ഷെ പ്രതികൂലം എന്തുകൊണ്ടാണ് കടന്നു വന്നതെന്ന് പലപ്പോഴും നാം അന്വേഷിക്കാറില്ല, സ്വത്രം. നമ്മുടെ സംസാരം, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, സ്തോത്രം. നാം ഒന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു ചിന്തിക്കണം. എവിടെയോ എനിക്കൊരു തെറ്റ് പറ്റി, സ്വത്രം. എവിടെയോ ഞാൻ ദൈവവചനത്തിൽ നിന്ന് മാറി, എവിടെയോ ഞാൻ ദൈവിക ആലോചനയെ മറുതലിച്ചു, എവിടെയോ ഞാൻ ദൈവത്തിലെ വിശ്വാസം നഷ്ടപ്പെടുത്തി ലോകത്തിലേക്ക് നോക്കി. കുഞ്ഞേ, സ്വർഗത്തിലെ ദൈവം പറയുന്നത് എന്തോന്നറിയാമോ? ലോകത്തെ നിന്ന് നോക്കിയാൽ തോറ്റുപോകും, സ്വത്രം. നിനക്ക് വേണ്ടുന്നത് എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് നൽകിത്തരാം. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയായാലും അത് നൽകി തരുവാൻ ഞാൻ മതിയായവനാ, സ്തോത്രം. നോക്കിയേ, വ്യക്തമായി നാം പലപ്പോഴും പറയുന്നൊരു വാക്യമാണ്, ദോഷം പ്രവർത്തിക്കുന്നവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല, സ്തോത്രം. നീതിമാനായ എൻ്റെ ജീവിതത്തിൽ മാത്രമാണ് ഇത്രയും പ്രതികൂലവും പ്രതിസന്ധിയൊക്കെ കടന്നു വരുന്നത്, സ്തോത്രം. നമ്മൾ പറയാറില്ലേ, സ്തോത്രം, സത്യത്തിൽ നാം നീതിമാനാണോ? അല്ല,
സ്വത്രം നമ്മൾ അനീതി നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ കാൽവറി ക്രൂശിലെ പുണ്യാഹ രക്തം കൊണ്ട് ആ അനീതിയെ മാറ്റിയിട്ട് നീതിയുടെ വസ്ത്രം നമ്മെ ധരിപ്പിച്ച് ദൈവത്തോടു കൂടെ ചേർത്ത് നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഒന്നിലും പുകഴാതെ ഞാൻ ഒന്നുമില്ല ദൈവമേ എന്ന് പറഞ്ഞ് സ്വയം ഒന്ന് താഴ്ത്തി കൊടുത്താലുണ്ടല്ലോ, നാം ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കില്ല. സ്തോത്രം. നോക്കേ, അതിൻ്റെ 3:7 പറയുന്നത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടക്കുന്നു. സ്തോത്രം. എന്തുകൊണ്ടാണ് പ്രതികൂലം കടന്നു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് അറിയാം. എന്താണ് അരുതെന്നും എന്ത് ചെയ്യാമെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷേ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം നാം ചെയ്യുകയും ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടാണ് നാം പിറുപിറുക്കുന്നത്, കുറ്റം പറയുന്നത്. സ്തോത്രം. ലോകത്തിൽ ആർക്കും നമ്മെ രക്ഷിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. നമ്മെ രക്ഷിപ്പാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ ദൈവം അവൻ മുഖം നോക്കത്തില്ല, അവൻ കുടുംബ സാഹചര്യങ്ങൾ നോക്കത്തില്ല, അവൻ നമ്മുടെ പേഴ്സ് നോക്കത്തില്ല, നമ്മുടെ കളറ് നോക്കത്തില്ല, നമ്മുടെ ജാതി നോക്കത്തില്ല. സ്തോത്രം. ഇനി നമ്മുടെ ബലം എന്താണെന്ന് അവൻ നോക്കാറില്ല. സ്തോത്രം. പിന്നെയോ, ഉടഞ്ഞും തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തിൻ്റെ വേദനയുടെ ആഴം അവൻ നോക്കും. സ്തോത്രം. നിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർത്തുള്ളിയുടെ വില എന്താണെന്ന് അവൻ നോക്കും. സ്തോത്രം. അതും നോക്കിയിട്ടാ കുഞ്ഞെ നിന്നെ ഉയർത്തണോ താഴ്ത്തണോ എന്ന് ദൈവം തീരുമാനിക്കുന്ന. സ്തോത്രം. പണം കൊണ്ട് ഉയരാം എന്ന് വിചാരിച്ചാൽ ആ പണം തീർന്നു പോകും, നിൻ്റെ ഉയർച്ച താഴ്ചയായി മാറും. സ്തോത്രം. ആൾബലം കൊണ്ട് നിനക്ക് ഉയരാമെന്ന് ആഗ്രഹിച്ചാൽ ആൾക്കാർ നിൻ്റെ കരത്തിൽ ഒന്നുമില്ലാതെ വരുമ്പം നിന്നെ ഇട്ടേച്ച് പോകും. ഇനി കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് നിനക്ക് ഉയരാം എന്ന് പറഞ്ഞാൽ നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ കുടുംബക്കാരെല്ലാം നിന്നെ തള്ളിക്കളയുകയും ചെയ്യും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല ദൈവമേ, ഞാൻ ഒന്നുമല്ല, നീയാണ് സർവ്വമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കാര്യത്തിൽ ഇത് കൊടുത്തു നോക്ക്. സകല നാമത്തിനും മേലായ നാമം നൽകി നിന്നെ ഉയർത്തി മാനിപ്പാൻ എൻ്റെ കർത്താവ് മതിയായവനാ. സ്തോത്രം. ഈ രാത്രികാലം വ്യക്തമായി പറയട്ടെ, ദൈവവചനം കേട്ടനുസരിച്ച് അത് പ്രകാരം യാത്ര ചെയ്യുവാൻ നാം തയ്യാറുണ്ടെങ്കിൽ നാം എങ്ങും തോറ്റു പോകത്തില്ല. സ്തോത്രം. ലോകം മുഴുവനും സ്തോത്രം ഇതാ മഴ വന്ന് നശിക്കാൻ പോകുന്നുവെന്ന് സ്തോത്രം നോഹയോട് സ്തോത്രം സർവശക്തനായ ദൈവം പറയുമ്പോൾ, സ്തോത്രം, മഴ കണ്ടിട്ടില്ലാത്ത നോഹയ്ക്ക് വേണമെങ്കിൽ മറുതലിച്ച് പറയാം, ചുമ്മാതിരി ദൈവമേ, ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയാതെ എന്ന് വേണമെങ്കിൽ നോഹയ്ക്ക് ദൈവത്തോട് പറയാം. സ്തോത്രം. അക്കാലത്ത് നീതിമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരേ ഒരു വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ, നോഹ. അങ്ങനെയാണെങ്കിൽ ആ നോഹയിലൂടെയാണ് ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കാൻ ദൈവം തീരുമാനിച്ചിട്ട് നോഹയെ വിളിച്ച് പറയാം, മോനെ, മഴയാൽ ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോകുക, സകല മാനവരാശി സകല ഭൂചരാചര വസ്തുക്കളെ ഇന്ന് നശിപ്പിക്കാൻ പോവുക. അതുകൊണ്ട് എൻ്റെ നീതി അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരാരെങ്കിലും മാനസാന്തരപ്പെട്ട് വരുമെങ്കിൽ വരട്ടെ, നീ പോയി ലോകത്തോട് വിളിച്ചു പറ. സ്വത്രം. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പെട്ടെന്ന് സർവശക്തനായ ദൈവം നോഹയോട് ഇത് പറയുമ്പോൾ നോഹ അന്തം വിട്ടിങ്ങനെ നോക്കുന്നു. കർത്താവ് പറഞ്ഞു, മോനെ പേടിക്കണ്ട, മഴ വന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷപ്പെടും. അതുകൊണ്ട് നീ പോയിട്ട് വൈകുന്നേരങ്ങളിൽ വന്നിട്ട് ഒരു പെട്ടകം പണിയണം. സ്തോത്രം. നീ പോയി പ്രസംഗിച്ചിട്ട് വന്നിട്ട് വൈകുന്നേരങ്ങളിൽ പെട്ടകം പണിയണം. സ്വത്രം. ആ പെട്ടകത്തിൻ്റെ നീളവും സ്വത്രം വീതിയും ഉയരവും ഒക്കെ നോഹ നിൻ്റെ ഇഷ്ടത്തിനല്ല പണിയണം, ഞാൻ പറഞ്ഞു തരുന്നത് പോലെ പണിയണം. സ്വത്രം. അനുസരണമുള്ളവനായി നോഹ. സ്വത്രം. സകലത്തിലും അനുസരണമുള്ളവനായി. സ്വത്രം. അവൻ ആ പെട്ടകം പണിയുമ്പോഴൊക്കെ പണിയുന്ന മേശിരി പോലും സ്വത്രം അവനെ കളിയാക്കുമായിരുന്നു. സ്തോത്രം. കുഞ്ഞെ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ പാടുമ്പോൾ, നീ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ നിന്നെ കളിയാക്കുവാൻ ഒരുപാട് പേരുണ്ടാകും. എന്തൊക്കെ പറഞ്ഞ് കളിയാക്കാമോ അതെല്ലാം പറഞ്ഞ് കളിയാക്കും. പക്ഷേ അത് കേട്ടിട്ട് നീ പുറകോട്ട് നോക്കരുത് കേട്ടോ. സ്തോത്രം. ലോകത്തിലേക്ക് നീ നോക്കരുത് കേട്ടോ.
കേട്ടോ. കാരണം നിൻ്റെ ആയുസ്സും ആരോഗ്യവും ബലവും നിൻ്റെ ദൈവമാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നീ ആയിരിക്കുന്ന കാലത്ത് ഒരിക്കൽ പോലും നീ തകർന്നു പോകുവാൻ സ്വർഗം നിന്നെ സമ്മതിക്കത്തില്ല. സ്തോത്രം. കാരണം നിന്നെ കരുതാമെന്ന് പറഞ്ഞവൻ കൈവിടുകയില്ല. അന്ത്യത്തോളം അവൻ നിന്നോട് കൂടെ ഇരിക്കും. സ്തോത്രം. നോഹ പ്രസംഗിച്ചു. സ്തോത്രം. ആരും കേട്ടില്ല, ആരും അംഗീകരിച്ചില്ല. ഇതുപോലെയാണ് ഈ വന്ന കാലത്തും. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം, സ്തോത്രം, അതിൻ്റെ അളവിലും ആഴത്തിലും അതേ അളവിൽ പറയുമ്പോൾ പറയും, ഓ ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. സ്തോത്രം. ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇതിലും വലിയത് ഞങ്ങൾ കാണുന്നുമുണ്ട്. സ്തോത്രം. പിന്നെ ആ ഈത്ത്. സ്തോത്രം. എന്നാൽ ഈ രാത്രി പറയട്ടെ, ദൈവം ഒരു ന്യായവിധി അയക്കുമെന്ന് പറഞ്ഞാൽ അതിനെ മാറ്റുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. അല്ലാതെ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. ഞാനിങ്ങനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നൊരു കാര്യം ഇങ്ങനെ പറയാം. ഈ പലരും ചർച്ചുകളിൽ പോകും. സ്തോത്രം. ചർച്ചുകളിൽ പോയി കഴിഞ്ഞാൽ സ്തോത്രം, അവരിന്ന് വീഴാൻ വേണ്ടി ചെന്ന് നിൽക്കുന്നവരുണ്ട്. സ്തോത്രം. വീഴാൻ വേണ്ടി ചെന്ന് നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് പറയുന്ന സ്തോത്രം. അങ്ങനെ പാസ്റ്റർമാരെ തള്ളിയിടാനും നിൽക്കുന്നവരുണ്ട്. സ്തോത്രം. എന്നാൽ വീഴുന്നത് നല്ലതാ. പക്ഷെ എങ്ങനെ വീഴണം? കമിഴ്ന്ന് വീഴണം. സ്വത്രം. അങ്ങനല്ലേ ദാഹോൻ വീണത്? സ്വത്രം. ആരുടെ മുമ്പിൽ? ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ. സ്തോത്രം. ആരൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ വീണിട്ടുണ്ടോ അവരെല്ലാം കമിഴ്ന്നാ വീണത്. സ്തോത്രം. എന്നാൽ ഇന്നത്തെ ആൾക്കാർ തള്ളിയിട്ടാൽ മലന്ന് വീണ് നട്ടല് പൊട്ടുകയല്ലാതെ ഒരു ദൈവത്തെയും കാണത്തില്ല, ദൈവകൃപ പ്രാപിക്കത്തുമില്ല. സ്വത്രം. പോപിശാജ് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കാറി തുമ്മുകയല്ലാതെ പിയായും പോകത്തില്ല. സ്വത്രം. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ കർത്താവ് ചേഷ്ടകൾ കാണിക്കുന്നവനല്ല. എൻ്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങനെ തന്നെ നിവർത്തിക്കുന്നവനാ. സ്തോത്രം. കർത്താവ് നോഹയോട് പറഞ്ഞ പ്രകാരം നോഹ ചെയ്തു. സ്തോത്രം. പണിക്കാരെല്ലാം നോഹയെ കളിയാക്കി. സ്തോത്രം. നോഹയോട് പറഞ്ഞ്, മതി നോഹേ, നീ ഒരു കാര്യം ചെയ്യ്. സ്തോത്രം. പെട്ടകത്തിനകത്ത് കയറിക്കോ. സ്വത്രം. കയറുന്നതിന് മുമ്പ് സ്വത്രം, എനിക്ക് ഒന്നുകൂടെ നിന്നോട് പറയാനുണ്ട്. സ്വത്രം. കയറുന്നതിന് മുമ്പ് എനിക്ക് നിന്നോട് ഒന്നുകൂടി പറയാനുണ്ട്. ഈ മൃഗജാലങ്ങളെല്ലാറ്റിനോടും പറയണം, ഇവിടെ വന്ന് കയറുക. സ്വത്രം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം നാം പഠിച്ചാൽ 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. യെശയ്യാവ് പറയുകയാണ്, സ്വത്രം, ഈ മനുഷ്യനൊന്നും കേൾക്കുന്നില്ല, അതുകൊണ്ട് കാളയും കഴുതയും സ്വത്രം എൻ്റെ വചനം കേൾക്കും. സ്വത്രം. അങ്ങനെയല്ലേ പറയുന്നത്? കാള തൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെ പറയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. ഈ നല്ല രാത്രിയിൽ ഒരു കൊച്ചു കഴുതയായി കർത്താവിൻ്റെ കരത്തിൽ നിന്നെ ഒന്ന് കൊടുത്തിട്ട് അനുസരിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ അനുഗ്രഹം നിൻ്റെ കൂടെ ഉണ്ടാകും. സ്തോത്രം. അതിനെ ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല. സ്തോത്രം. നോഹ പറഞ്ഞ പ്രകാരം സ്തോത്രം, എല്ലാം ഒന്നും വന്ന് കയറിയില്ല, എല്ലാറ്റിൻ്റെയും ഈ 2 വന്ന് കയറി. സ്തോത്രം. സ്തോത്രം. ഇങ്ങോട്ട് കയറി വരുമ്പോൾ സ്വത്രം, ചെന്നായ ആ വാതിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം ദേണ്ട ഒരു കോഴിച്ചേട്ടൻ കയറി വരുന്നു. സ്വത്രം. വേണമെങ്കിൽ ചാടി ആ കോഴിയുടെ കൊങ്ങയ്ക്ക് പിടിക്കാം. സ്വത്രം. ഇന്ന് അങ്ങനെയാ, പലരും ചാടി കൊങ്ങയ്ക്ക് പിടിക്കും. സ്വത്രം. കാരണം ഇവൻ എന്തിനകത്ത് കയറി വന്ന്, എൻ്റെ സ്വൈര്യവിഹാര സ്ഥലമല്ലേ എന്ന് പറഞ്ഞ് കയറി പിടിക്കാം. പക്ഷേ സ്വർഗം പറഞ്ഞ് തൊട്ടുപോകരുത്. സ്വത്രം. അപ്പോഴാ കുറുക്കൻ പറഞ്ഞത്, ഹായ് കോഴിച്ചേട്ടാ, എന്തെക്കൊണ്ട് സുഖമാണോ? സ്വത്രം. ഞാൻ എൻ്റെ ഭാവനയെ പറയുകയാണ്. സ്വത്രം. എല്ലാ മൃഗങ്ങളും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു, വിശേഷങ്ങൾ ചോദിച്ചു, സന്തോഷത്തോടെ അതിനകത്ത് ഉല്ലാസത്തോടെ അവർ പാർത്തു. സ്വർഗം പറഞ്ഞു, നോഹേ കയറി വാതിലടച്ചോടാ. സ്വത്രം. നോഹ കയറി. എന്തിൻ്റെ വാതിലടച്ചെന്നറിയാമോ? സ്വത്രം. മൃഗങ്ങളുടെ കൂടാരത്തിൻ്റെ വാതിലടച്ചു. തിരിഞ്ഞപ്പോൾ സ്വർഗം പറഞ്ഞു, ഇനി നീ അടയ്ക്കണ്ട, ഞാൻ അടച്ചോളാം. സ്വർഗം അവന് പുറത്തിറങ്ങാനുള്ള വാതിലും അടച്ചു. സ്വത്രം. ഇനി നോഹേ നീ പുറത്ത് വരണമെങ്കിൽ ഞാൻ പറയണം.
സ്വത്രം. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, സ്വർഗം പറഞ്ഞത് കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ നീ അവൻ്റെ മഹത്വം കാണും. സ്വത്രം. സ്വർഗത്തിലെ അപ്പച്ചൻ പറയുന്നത് കേട്ടാൽ അതിൻ്റെ മഹത്വം കാണും. സ്വത്രം. എന്നാൽ നാം പലപ്പോഴും സ്വർഗത്തിലെ അപ്പം പറയും നമ്മൾ കേൾക്കാറില്ല, അനുസരിക്കാറുമില്ല, ശ്രദ്ധ കൊടുക്കാറുമില്ല. ലോകം പറയുന്നത് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ കേൾവി. അതുകൊണ്ട് എന്തു സംഭവിക്കുമെന്നറിയാമോ? ആ ലോകത്തിൽ നാം തകർന്നു പോകും. സ്വത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത തരുന്നത് കൂടി പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. സ്വത്രം. ഇക്കാലം ഇത്രയും ഓടിയ ഓട്ടത്തിനിടയിൽ വീണ് കിടക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വത്രം. അവരാരാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള ദൈവമക്കളെയാണ്. സ്വത്രം. ലോകമനുഷ്യനെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ലോകമനുഷ്യരുടെ ഈ നീതിയുടെ സുവിശേഷം പറഞ്ഞു കൊടുക്കുകയല്ലാതെ മാനസാന്തരപ്പെടേണ്ട അവൻ്റെ കടമയാണ്. അങ്ങനെ മാനസാന്തരപ്പെട്ട പലരും വീണ് കടന്ന് അയ്യം വിളിക്കുന്നതാ ഞാൻ അധികവും കണ്ടിട്ടുള്ളത്. സ്വത്രം. എന്നാൽ എനിക്കൊരു കാര്യം വ്യക്തമായി നിങ്ങളോട് പറയാനുണ്ട്. സ്വത്രം. നീ വീഴാൻ സ്വർഗം അനുവദിക്കത്തില്ല. അവൻ്റെ ഉള്ളംകരത്തിൽ നിന്നെ ഒന്ന് കൊടുത്താൽ മതി. സ്തോത്രം. നീ വീഴാൻ സ്വർഗം അനുവദിക്കത്തില്ല. അവൻ്റെ ഉള്ളംകരത്തിൽ നിന്നെ ഒന്ന് കൊടുത്താൽ മതി. എൻ്റെ ദേഹം, ദേഹി, ആത്മാവിന് അവകാശി ഞാനല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണെന്ന് നീ സ്വയം സമ്മതിച്ചു കൊടുക്കണം. സ്തോത്രം. വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത് തലയിലെ ഒരു മുടിനാര് കൊഴിയുന്നുവെങ്കിൽ അത് അറിയുന്ന, അത് എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന കർത്താവിനെയാ നീ ഞാനും ആരാധിക്കുന്നതും സേവിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവം അറിയാതെ നിൻ്റെ തലയിലെ ഒരു മുടിനാര് പോലും കൊഴിയത്തില്ല. ലോകം മുഴുവനും നിനക്കെതിരായി നിന്നാലും, ലോകത്തിലെ നിയമങ്ങൾ നിനക്കെതിരായി നിന്നാലും, ലോകത്തിലെ വൈദ്യന്മാരെ കൊണ്ടൊന്നും കഴിയത്തില്ലെങ്കിലും സ്വർഗത്തിലെ അപ്പം പറയുക, സകലത്തെ ഉരുവാക്കി എനിക്ക് സകലതും സർവവും കഴിയും. സ്തോത്രം. നമ്മൾ ഈ പുറത്തോട്ട് വിടുന്ന ശ്വാസം അകത്തോട്ട് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സ്വത്രം തീർന്നു. സ്വത്രം. ഇത്രയും കാലം വീഴ്ചയും താഴ്ചയും ഒക്കെ കടന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗം നമുക്ക് തന്ന വില എത്ര ഉണ്ടെന്നറിയാമോ? അത് മുഴുലോകത്തേക്കാൾ വലിയ വിലയാ. സ്തോത്രം. ആ വില ഇല്ലാതാക്കാൻ ഒരു രാജ്യം മുഴുവനും, ഒരു ഭരണകൂടം മുഴുവനും ശ്രമിച്ചപ്പോഴും സ്വർഗത്തിൽ അപ്പം പറഞ്ഞത്, ഞാൻ നിന്നെ മറുവിലയാക്കി ആ ഭൂമിയിലോട്ട് അയച്ചത് ലോകത്തിന് കെടുത്തിക്കളയാനല്ല, പിന്നെയോ എനിക്ക് മടക്കി തരുവാൻ ഒന്നുണ്ട്. അതെൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പാ. അത് തികക്കുന്ന കാലം വരെയും ഒരു ലോകത്തിലെ ഭരണകൂടങ്ങൾക്കോ ഒരു ലോകത്തിലെ പിശാചിനോ നിന്നെ തകർക്കാൻ കഴിയത്തില്ല മോനെ എന്നാ സ്വർഗം വിളിച്ച് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സ്വന്തം പ്രാണനെ തൻ്റെ ചുമലിൽ തല ചായ്ച്ച് ദൈവത്തിൻ്റെ കാര്യത്തിൽ വിട്ടുകൊടുക്കുമ്പോൾ സ്വർഗം പറഞ്ഞ്, ഇല്ല മോനെ, നിൻ്റെ പ്രവൃത്തി, നിൻ്റെ ജോലി തീർന്നില്ല, ഇനിയും നിനക്ക് ജോലി ചെയ്യുവാനുണ്ട്. സ്വത്രം. പ്രാണനെ വിട്ട യേശു കർത്താവ് സ്വന്തം ചുമലിൽ തല ചായ്ക്കുമ്പോൾ സ്വർഗം കണ്ണടച്ച് കളഞ്ഞു എന്നാണ് സ്വത്രം വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. പക്ഷെ കണ്ണടച്ചത് ആർക്കു വേണ്ടിയായിരുന്നറിയാമോ? നിനക്കും എനിക്കും വേണ്ടി, നിൻ്റെയും എൻ്റെയും പാപഘടങ്ങൾ തീർക്കേണ്ടതിന് വേണ്ടി. സ്തോത്രം. സ്വന്തം ചുമലിൽ തല ചായ്ച്ച് മരിക്കുമ്പോൾ സ്തോത്രം, സ്വർഗമൊരു നീതിയുടെ കിരീടം നിനക്കും എനിക്കും വേണ്ടി കരുതുകയായിരുന്നു. സ്തോത്രം. നോക്ക്, മരിച്ചു എന്നുറപ്പ് വരുത്തി സ്വത്രം കൊണ്ടുചെന്ന് കല്ലറയ്ക്ക വയ്ക്കുമ്പോൾ സ്വത്രം മനുഷ്യൻ്റെ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്തായി. ഇനി ഞങ്ങളുടെ രക്ഷകൻ ഇല്ല, ഇനി ഞങ്ങൾക്ക് സമൂഹത്തിൽ തല ഉയർത്താൻ കഴിയുകയില്ല, ഇനി സമൂഹത്തിൽ അവനെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും ഞങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലും, ഇനി ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് ഭയന്ന് വിറച്ച് സിഹ്യോൻ മാളിക മുറിയിൽ കയറിയിരുന്ന് കരയുമ്പോൾ സ്വർഗം അവൻ്റെ അടുക്കലെത്തി. കരയണ്ട,
സ്വത്രം, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ കരഞ്ഞതിന് മറുപടി നിന്റെ കണ്ണിന് മുമ്പിൽ കാണാൻ പോകുന്നു. സ്തോത്രം, നഷ്ടങ്ങളല്ല കുഞ്ഞേ. നീ തേങ്ങിയ തേങ്ങലുകളുടെ മറുപടി നീ കാണാൻ പോകുന്ന ഇല്ലായ്മകളല്ല. ഒരുപക്ഷെ നീ ലോകത്തിൽ നോക്കിയാൽ നഷ്ടം മാത്രമായിരിക്കും നിനക്ക് കണക്ക് പറയാനുള്ളത്. എന്നാൽ എൻ്റെ ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ നഷ്ടത്തിൽ കടത്തിവിടത്തില്ല, ശ്രേഷ്ഠകരമായ നന്മയുമായി നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. സ്വത്രം, ഈ നല്ല രാത്രിയിൽ ഒരൊറ്റ കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ മന്ദിരത്തിനകത്ത് അശുദ്ധി വീഴാൻ സ്വർഗം അനുവദിക്കത്തില്ല. സ്വത്രം, ഉള്ള അശുദ്ധിയെ സ്വർഗം എടുത്തു മാറ്റും. ഹലോ, ഹല്ലേലൂയ പറയാമോ? സ്വത്രം, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ മരിച്ച നിന്നെ നിത്യജീവൻ നൽകി വീണ്ടെടുത്ത് ഇന്ന് ഭൂമിയുടെ മുൾപ്പുറത്തിൽ ആക്കി വച്ചിരിക്കുന്നു എന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ, ഞാൻ മരിച്ചില്ലല്ലോ പാസ്റ്ററെ. സ്വത്രം, കുഞ്ഞേ, യേശുക്രിസ്തു മൂലം മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത നീ ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നത് ഈ ലോകത്തിൻ്റെ വായു ശ്വസിച്ചുകൊണ്ടല്ലെന്ന് നീ ബൈബിള് പഠിച്ചാൽ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വത്രം, മനസ്സിലാക്കാൻ കഴിയത്തില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേക്കാം. സ്വത്രം, യേശു ക്രിസ്തു സ്വത്രം യോർദാനിൽ യോഹന്നാൻ്റെ കൈ കീഴെ സ്നാനപ്പെട്ട് സ്വത്രം വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ സ്തോത്രം, പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപേണ യേശുവിന്മേൽ വന്നു. സ്തോത്രം. എന്നിട്ട് യേശു സ്വർഗം വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലോക ജീവൻ നിനക്ക് നഷ്ടപ്പെടുത്തി, നീ സ്വയം നഷ്ടപ്പെടുത്തിയിട്ട് ക്രിസ്തുവിൻ്റെ ജീവൻ നിൻ്റെ ശരീരത്തിൽ ചൂടടയാളമായി നീ ഏറ്റെടുത്തെങ്കിൽ അന്ന് സ്വർഗം നിന്നെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇനി ഇവന് ഒരു ശത്രു ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന്. സ്വത്രം. ഒന്ന് പറയാമോ, ഞാൻ യേശപ്പച്ചൻ്റെ മോനാ, ഞാൻ യേശപ്പച്ചൻ്റെ മോളാന്ന്? സ്വത്രം. ഒരു രോഗത്തിനും എന്നെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഒരു ശാപവും എന്നെ കടന്നു പിടിക്കാൻ എൻ്റെ യേശപ്പച്ചൻ സമ്മതിക്കത്തില്ല. ഞാൻ ജീവിച്ചിരുന്ന് എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒരു ഹല്ലേലൂയ പറഞ്ഞു. സ്വത്രം. നിൻ്റെ ഹൃദയത്തിനകത്ത് ചിന്ത അതായിരിക്കണം. ലോകം പറയുന്നതല്ല കേൾക്കേണ്ടത്, വൈദ്യൻ പറയുന്നതല്ല കേൾക്കേണ്ടത്, പ്രമാണി പറയുന്നതല്ല കേൾക്കേണ്ടത്. സ്വത്രം. വചനമെന്ത് പറയുന്നുവോ അത് നീ കേൾക്കണം. സ്വത്രം. കഴിഞ്ഞ കോവിഡ് സമയം, സ്വത്രം, ആ കോവിഡ് സമയത്ത് ഇപ്പോൾ ചാവും. ഹാർട്ട് മാറ്റി വയ്ക്കണം, സ്വത്രം, കിഡ്നി മാറ്റി വയ്ക്കണം, തലച്ചോറ് മാറ്റി വയ്ക്കണം, മുട്ട് മാറ്റി വയ്ക്കണം. സ്വത്രം. എന്തൊക്കെ മാറ്റി വെക്കണമെന്നൊക്കെ ആ എഴുതി കൊടുത്തവർക്കേ അറിയത്തുള്ളൂ. സ്വത്രം. പക്ഷേ ആ ലിസ്റ്റും വാങ്ങിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് നാളെ രാവിലെ മെഡിക്കൽ കോളേജിൽ ചെല്ലാം എന്ന് പറഞ്ഞ് ഇറങ്ങിയവർ വീട്ടിലെല്ലാം വിളിച്ച് പറഞ്ഞു, അമ്മച്ചിയുടെ ഹാർട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു, അമ്മച്ചിയുടെ ചിരട്ട മാറ്റി വെക്കണമെന്ന് പറഞ്ഞ്, അമ്മച്ചിയുടെ തലച്ചോറ് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു, അമ്മച്ചിയുടെ കിഡ്നി മാറ്റി വെക്കണമെന്ന് പറഞ്ഞ്, അപ്പച്ചൻ്റെ കണ്ണ് മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. നേരം വെളുത്ത് അമ്മച്ചി അപ്പച്ചനും മോനും മോളും ഒക്കെ ഉണർന്നപ്പോൾ പറയാ പോകാൻ പറ്റത്തില്ലെന്ന്. എൻ്റെ കർത്താവേ, എൻ്റെ മുട്ടേ, എൻ്റെ ചിരട്ടേ, എൻ്റെ ചങ്കേ, എൻ്റെ തലച്ചോറേ, എൻ്റെ കണ്ണേ, എങ്ങോട്ടാ വിളിച്ചത്? മേലോട്ട് നോക്കി വിളിച്ച്, എൻ്റെ കർത്താവേ. അതുകൊണ്ട് നീ ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. ഇപ്പോഴോ? ഇപ്പം മേലോട്ടില്ല, അപ്പുറത്തും ഇപ്പുറത്തോ നോട്ടം, അവരെ ഇവരെ നോട്ടം. അതുകൊണ്ടാണ് നീ വലിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വത്രം. ഉടനെ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാൻ. സ്വത്രം. എന്നിട്ട് പാസ്റ്റർ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? ഇന്നടത്തെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട് കേട്ടോ, ആ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടാൽ മതി. സ്വത്രം. ഇന്നടത്തെ ഒരു വലിയ ഡോക്ടറുണ്ട്, അവിടെ പോയി കണ്ടാൽ മതി. സ്വത്രം. എൻ്റെ വിശ്വാസി, നീ കാലം ഇത്രയും ആരെയാണ് സേവിച്ചത്?
2 വർഷം നിനക്ക് നല്ല ആഹാരം കിട്ടിയോ? സ്വത്രം. നീ ചിക്കനും മട്ടനും ഒക്കെ കടിച്ച് വലിച്ച് തിന്നിട്ട് അന്ന് വെറും പുഴുത്ത റേഷനരി. സ്വത്രം. അന്ന് ഏതൊക്കെ ഗോഡവണ്ണിൽ സ്റ്റോക്ക് ഇരുന്നോ അതെല്ലാം നിനക്ക് സൗജന്യമായി തന്നു. അതെല്ലാം മൃഷ്ടാന ഭോജനം വെട്ടിയിട്ട് നിനക്ക് എന്തെങ്കിലും രോഗം വന്നോ? 2 വർഷം നീ തിന്നത് സൗജന്യമായിട്ടല്ലേ? സ്വത്രം. സ്വത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ സ്വത്രം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലീശയോട് സ്വർഗം പറയുന്നുണ്ട്, ഈ ജനത്തിന് നാളെ പ്രഭാതത്തിൽ ഞാൻ ആഹാരം കൊടുക്കും. സ്വത്രം. ഈ ജനത്തിന് നാളെ പ്രഭാതത്തിൽ ഞാൻ ആഹാരം കൊടുക്കും. പട്ടിണിയും ദാരിദ്ര്യവും നെടുവീർപ്പും യുദ്ധവും ക്ഷാമവും കാരണം ജനം വലഞ്ഞ ആഹാരമില്ലാതെ വെള്ളമില്ലാതെ വല്ലാത്ത കഷ്ടത്തിൽ കിടക്കുമ്പോൾ സ്വത്രം ഏലീശ പറയുക, കുഞ്ഞുങ്ങളെ ഭയപ്പെടണ്ട. സ്വത്രം. നീ ദൈവത്തെ ഭയന്നപ്പോൾ, നീ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ, നീ ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ സ്വത്രം ഒരു കേടും കൂടാതെ നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും സ്വർഗം സൂക്ഷിച്ചെങ്കിൽ കുഞ്ഞ് ആ ദൈവം ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. നേരം വെളുത്താൽ എഴുന്നേറ്റ് കിടക്കപ്പാലിരുന്ന് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ സമയമില്ല, ഓടുകയാ ഹോസ്പിറ്റലിലോട്ട്. കാരണം ക്യൂവിൽ മുമ്പിൽ നിൽക്കണം. ആദ്യമേ ഡോക്ടറെ കാണണം. ഡോക്ടറെ കാണുന്നതിനൊന്നും ഞാനെതിരല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡോക്ടറെ കാണാം. പക്ഷേ ഏത് ഡോക്ടറെ കണ്ടാലും സ്വർഗത്തിലേക്കെന്ന് ദൈവം തീരുമാനിക്കണം. നീ രക്ഷപ്പെടണോ നീ രക്ഷപ്പെടണ്ടയോ എന്ന്. സ്വത്രം. ഈ നല്ല രാത്രികാലം വ്യക്തമായി പറയട്ടെ, ഏലീശ പറയുമ്പോൾ സ്വത്രം കാരാഗ്രഹ പ്രമാണി സ്വത്രം രാജാവിൻ്റെ ഭൃത്യം പറയുന്നത് കേൾക്കണേ. സ്വത്രം. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാലും നീ പറഞ്ഞത് ഏലീശേ ഇത് നടക്കത്തില്ല. സ്വത്രം. ഇതാ പിശാച് നിന്നോട് പറയുന്നത്. സ്വത്രം. അതിനൊത്തിരി സാഹചര്യങ്ങൾ നിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. സ്വത്രം. ഒറ്റ കാര്യം കൂടി ചേർത്ത് പറയട്ടെ. സ്വത്രം. കഴിഞ്ഞ കൺവെൻഷനിൽ സ്വത്രം എൻ്റെ അടുത്ത് പലരും വന്ന് പറഞ്ഞ്, പോളച്ചായ പന്തലിട്ടില്ലെങ്കിൽ മഴ പെയ്യും. സ്വത്രം. പൊളച്ചായ മഴ പെയ്താൽ മീറ്റിംഗ് മുടങ്ങും. സ്വത്രം. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. സ്വത്രം. എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം കണ്ണുനീര് കാണുന്ന ദൈവം. എൻ്റെ പൊന്നു ബ്രദറെ, വിശ്വാസമില്ലെങ്കിൽ ഈ കുന്തം മാറ്റി വെച്ചിട്ട് വേറെ ഏതെങ്കിലും പണിക്ക് പോ എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. സ്വത്രം. സ്റ്റേജ് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും എന്നോട് പറഞ്ഞു, പോളച്ചായ മിണ്ടിപ്പോകരുത്. ആകാശത്തെ ഉണ്ടാക്കിയവൻ, മഴമേഘങ്ങളെ വിരിച്ചവൻ, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ പോർച്ചൊല്ലി വിളിച്ച് അതതിൻ്റെ സ്ഥാനങ്ങളിലാക്കി വെച്ചിരിക്കുന്നവൻ അറിയാം ഈ മീറ്റിങ്ങിൻ്റെ മഹത്വം എന്താണെന്ന്. സ്വത്രം. വിശ്വസിച്ചാൽ. സ്വത്രം. അകമ്പടി നായകൻ പറയുക, നടക്കത്തില്ല ഏലീശേ. വെറുതെ ജനത്തിനെ മോഹിപ്പിക്കാതെ. സ്വത്രം. സാഹചര്യങ്ങൾ നോക്കിയിട്ടാ പറയുന്നത്. എൻ്റെ കുഞ്ഞെ, സാഹചര്യം നോക്കി നീ രക്ഷപ്പെടത്തില്ല. ദൈവത്തെ നോക്ക്. എന്നിട്ട് ദൈവം എന്ത് പറയുന്നുവോ അതുപ്രകാരം ദൈവത്തെ മുറുകെ പിടിക്കുക. അപ്പൻ വേണമെന്നില്ല, അമ്മ വേണമെന്നില്ല, കൂടപ്പുറപ്പ് വേണമെന്നില്ല, കൂട്ടാളി വേണമെന്നില്ല. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും നിൻ്റെ കൂടെ വരും. ദൈവം നിൻ്റെ കൂടെയില്ല, എല്ലാവരും നിന്നെ തള്ളിക്കളയാൻ ചെയ്യും. സ്വത്രം. നോക്ക്. ആകാശത്തിൻ്റെ കിളിവാതിലെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നവൻ അറിയാം ആരാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നതെന്നും ആരാണ് കർത്താവിൻ്റെ വേല ചെയ്യാത്തതെന്നും കാശിന് വേണ്ടി ആരാണ് കൺവെൻഷൻ നടത്തുന്നതെന്നും കാശില്ലാതെ ആരാണ് കർത്താവിനെ ഉയർത്തുന്നതെന്നും കർത്താവിനറിയാം. സ്വത്രം. എന്തിനാ ഞാനിത് പറഞ്ഞതെന്നറിയാമോ?
ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെപ്പോലെ ഈ പുസ്തകം ചുമക്കുന്ന നീ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കണം. സ്വത്രം. ലോകത്തിലെ മനുഷ്യൻ്റെ എല്ലാ കഥകളും ചരിത്രങ്ങളും ഇതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്താണ്, മനുഷ്യൻ എങ്ങനെയാണ്, എപ്രകാരമാണെന്ന്. എന്നിട്ട് കർത്താവ് പറയുക, അവങ്കിലേക്ക് നോക്കി അവർ പ്രകാശിതരായി എന്ന്. സ്വത്രം. ദൈവമുഖത്തേക്ക് നോക്ക് കുഞ്ഞെ, ദൈവം നിന്നെ കൈവിടത്തില്ല. യോന പറഞ്ഞതാ, കരയെയും കടലിനെയും ഉണ്ടാക്കിയവൻ്റെ മോനാ ഞാൻ, അതും കൊണ്ട് നീ എൻ്റെ അടുത്ത് വെള്ളത്തിയിട്ടേരെ. സ്വത്രം. വെള്ളത്തിൽ കിടന്ന യോന വള്ളത്തിൽ കൂടെ യാത്ര ചെയ്തത്. സ്വത്രം. എങ്ങനെ? ഒരു കടലാനയുടെ വയറ്റിൽ ആ കടലാന, സ്വത്രം, അതിന് സ്വസ്ഥതയില്ലാതെ അതൊരു ഓട്ടം ഓടി. സ്വത്രം. എനിക്ക് വലിയൊരു ചിന്ത അതിനകത്ത് വരുന്നത്, വെള്ളത്തിൽ കിടന്ന് മുങ്ങിച്ചാവാമെന്ന് നനച്ചിട്ട് പോലും മുങ്ങിച്ചാവാൻ വിടാതെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി അവനെ എത്തിക്കേണ്ടടുത്ത് എത്തിപ്പാൻ സ്വർഗം പദ്ധതിയിട്ടത് ഒരു തിമിംഗലത്തെയാണെങ്കിൽ, സ്വത്രം, നീ പോലും അറിയാതെ നിന്നെ രക്ഷിപ്പാൻ നിനക്ക് വേണ്ടി ദൈവം ചില പുതിയ വഴികളെ ഒരുക്കി വെച്ചൊന്നും തിരിച്ചറിയാൻ ശ്രമിക്കുക. സ്വത്രം. നിൻ്റെ നന്മയുണ്ടല്ലോ, ഒരു ശത്രുവും കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിൻ്റെ ഭാവിയെ തകർക്കുവാൻ ഒരു ശത്രുവിൻ്റെ കരത്തിൽ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നിൻ്റെ തലമുറയുടെ ഭാവിക്ക് എതിരെ പോരാടുന്ന ഒരു ശത്രു നിൻ്റെ തലമുറ നേരെ നിവർന്നു നിൽക്കത്തില്ല. അത് നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ കണ്ണുനീരും മൂലമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് പറയണം, എൻ്റെ കൂട്ടാളിയെ മറന്ന് കളയല്ലേ, എൻ്റെ കുഞ്ഞുങ്ങളെ മറന്ന് കളയല്ലേ, നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ പോകല്ലേ എന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നീ പറയണം. സ്വത്രം. അവരെ ഇവരെ നോക്കി, അങ്ങനെ ഇങ്ങനെ നോക്കി, അവിടെ ഇവിടെ നോക്കി ന്യായം വിധിച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. ഒരു നിമിഷമേ പ്രാർത്ഥിച്ചുള്ളതിലും ഏകാഗ്രത ഹൃദയത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. സ്വർഗത്തിൽ മറുപടി അയക്കും. സ്വത്രം. എൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാ ഈ രാത്രിയിലും നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ നിൽക്കുന്നത്. സ്തോത്രം. നോക്ക്, യോന എത്തേണ്ട സ്ഥലത്ത് എത്തി, എന്നിട്ടും യോനയുടെ നെഹളം മാറിയില്ല. സ്വത്രം. എന്നിട്ടും യോനയുടെ നെഹളം മാറിയില്ല. ഇതുപോലെ നമ്മളിൽ പലരും. സ്വത്രം. ദൈവം എത്തിക്കാമെന്ന് പറയുന്നിടത്ത് എത്തിച്ചാലും പിന്നെയും ചില വലിവ്, ചില ഇളക്കം, ചില പെരുക്കം, ചില മാറ്റം, ചില സ്വഭാവങ്ങളൊക്കെ പിന്നെയും പൊങ്ങി വരും. സ്വത്രം. ഈ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം നോക്കണേ. സ്വത്രം. ഇവനെ ഇട്ട് വിടുന്നോ? അതില്ല. സ്വത്രം. യോനയ്ക്ക് മനസ്സിലായി, ഞാൻ പോകാമെന്ന് വിചാരിച്ചാലും എന്നെ വിടത്തില്ല. എന്നാൽ പിന്നെ അങ്ങ് പറഞ്ഞേക്കാം. നല്ല മനസ്സോടെ അല്ല പറഞ്ഞത്. സ്വത്രം. നല്ല മനസ്സോടെ അല്ല യോന പറഞ്ഞത്. പറഞ്ഞില്ലെങ്കിൽ ദൈവം വീണ്ടും പണി കൊടുക്കുമെന്നറിയാം. അതുകൊണ്ട് സ്വത്രം യോന പറഞ്ഞ്, നിങ്ങളെല്ലാം മാനസാന്തരപ്പെട്ടോണം. ഇനി സ്വത്രം ഇങ്ങനെ പറഞ്ഞ് അടുത്ത 40 ദിവസം കഴിയുമ്പം സ്വത്രം അല്ലേ, അങ്ങനല്ലേ പറഞ്ഞത്? ഓക്കെ, അടുത്ത 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും. സ്വത്രം. മാനസാന്തരപ്പെടാൻ മനസ്സുള്ളോ മാനസാന്തരപ്പെട്ടു, ഞാൻ പോവുക. സ്വത്രം. അങ്ങനല്ലേ? യോന പറഞ്ഞിട്ട് യോന പോയി ഒരു മരത്തിന് ചവിട്ടി മാറിയിരുന്നു. സ്വത്രം. സ്വത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായത്. ഒരു മരത്തിന് ചവിട്ടി മാറി ഇങ്ങനെ ഇരുന്നപ്പം യോന ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കി എന്തെങ്കിലും സംഭവിക്കുന്നെന്ന്. പെട്ടെന്ന് ദൈവം തമ്പുരാൻ ഒരു പുഴുവിനെ കൊണ്ടുവന്നു. സ്വത്രം. യോന എന്തോ നോക്കിയിരുന്നത്? നിനവെ പട്ടണത്തിലെ ജനം നശിക്കുന്നത് കാണാനാണ് നോക്കിയിരുന്നത്. സ്വത്രം. അവരെ കേൾക്കാൻ ചെവിയുള്ളവരായിരുന്നു. സ്വത്രം. ഗ്രഹിപ്പാൻ മനസ്സുള്ളവരായിരുന്നു. നാമോ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ഗ്രഹിക്കുന്നില്ല. വചനം പറയുന്ന അതുകൊണ്ട് ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുകയില്ല. സ്വത്രം. അവർ ഗ്രഹിച്ചു. അവർ ദൈവസന്നിധി നെടുമ്പാട് വീണു. സ്വത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർക്ക് വരുത്തും എന്ന് പറഞ്ഞ വിപത്തിൽ നിന്ന് ദൈവം അവരെ രക്ഷിച്ചു. അത് കണ്ട യോനയ്ക്കെന്ത് സംഭവിച്ചു? അന്നേരം എനിക്കറിയാം നീ ഇതേ ചെയ്യത്തുള്ളൂ, അതും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരണ്ട എന്ന് തീരുമാനിച്ചത്. സ്വത്രം. നമ്മുടെ ചിന്തകൾ ദൈവത്തിന് ഹിതമാവണം. നമ്മുടെ ആഗ്രഹങ്ങൾ
ദൈവ ഇഷ്ടമാകും. ലോകത്തിലൊന്നും നേടിയില്ലെങ്കിലും, വലിയ വീട് വെച്ചില്ലെങ്കിലും, വലിയ കാറ് വാങ്ങിച്ചില്ലെങ്കിലും, സ്തോത്രം, വലിയ വസ്തുവകളൊന്നും വാങ്ങിച്ച് കൂട്ടിയില്ലെങ്കിലും, ജീവിക്കുന്ന ദിവസം ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ ഇതിപ്പരം ഭാഗ്യം വേറെ ഇല്ലെന്ന് വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ ആയുസ്സിൻ്റെ മധ്യത്തിൽ ദൈവം എടുത്ത് കളയത്തില്ല. സ്തോത്രം. ആയുസ്സിൻ്റെ മധ്യത്തിൽ ദൈവം എടുത്ത് കളയത്തില്ല. കാരണം ഒരു ദിവസമേ ഞാൻ നിന്നുള്ളെങ്കിലും എൻ്റെ അപ്പന് മഹത്വമായി നിന്നാൽ മതിയെന്ന് ആഗ്രഹിച്ചാൽ മതി, തന്നെ അങ്ങ് സംഭവിച്ചോളും. സ്തോത്രം. നമ്മുടെ സ്വഭാവം എങ്ങനെയാണെന്നറിയാമോ? യോനയുടെ സ്വഭാവം പോലെ. സ്തോത്രം. നമ്മുടെ രീതി എങ്ങനെയാണെന്നറിയാമോ? യോനയുടെ രീതി പോലെ. ഭയങ്കര വിശ്വാസമൊക്കെയ. സ്തോത്രം. പക്ഷേ അനുസരണമില്ല. സ്തോത്രം. ഭയങ്കര വാചകം അടിക്കും, പക്ഷേ ചെയ്യത്തില്ല. സ്തോത്രം. എല്ലാവരും തകർച്ച കാണാൻ തനിക്ക് ഉയർച്ചയും വേണം. സ്തോത്രം. ദൈവം തമ്പുരാൻ ഒരാവണക്കിനെ കാണിച്ചു കൊടുത്തിട്ട് ഒരു പുഴുവിനെ വിട്ടുകൊടുത്ത്, എന്നിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. യോനെ, നീ എന്ത് കാണുന്നു? അയ്യോ ദൈവമേ, ആ പുഴു അതിൻ്റെ നട്ടലിൽ കൂടെ കയറി അത് മൊത്തം തിന്നത് ഉണങ്ങിപ്പോയല്ലോ. സ്തോത്രം. ഉണങ്ങിയോ? സ്തോത്രം. ഇതുപോലെ നിന്നെ ഉണക്കേണ്ടതാ, പക്ഷെ നിന്നെ ഉണക്കുന്നില്ല ഞാൻ. സ്തോത്രം. ഇത് ഞാൻ പറഞ്ഞാണേ, കർത്താവ് പറഞ്ഞാൽ അതൊരു പാഠമാണ്. സ്തോത്രം. ഇതുപോലെ നിന്നെ ഉണക്കേണ്ടതാ, പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കണം, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നിന്നോട് പറയുന്ന കാര്യം നീ അങ്ങ് ചെയ്താൽ മതി. സ്തോത്രം. എനിക്കിഷ്ടമുള്ളത്, സ്വർഗത്തിലെ ദൈവം പറയുക, യോനെ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, നിന്നോട് ഞാൻ പറഞ്ഞു നീ അങ്ങ് ചെയ്താൽ മതി. സ്തോത്രം. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, സ്വത്രം പിറുപിറുപ്പ് എടുത്തു മാറ്റി, സ്വത്രം ഹൃദയത്തിനകത്തുനിന്ന് വ്യസനം എടുത്തു മാറ്റി ദൈവത്തിന് മഹത്വമുള്ളവരായി മാറുകയും, ദൈവത്തെ മുഷിപ്പിക്കാതെ ദോഷം പ്രവർത്തിക്കുന്നതിനോട് കൂടെ അല്ല, ദൈവം നീതി പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെയാണ് ദൈവമെന്ന് ഈ വചനത്തോടെ തിരിച്ചറിയുവാൻ നാം ശ്രമിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടങ്ങളും നീങ്ങും, എല്ലാ പ്രതികൂലങ്ങളും മാറും. പിറുപിറുപ്പില്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തിന് മഹത്വം കൊടുക്ക്. സ്വത്രം. ഇപ്പോഴൊരു പക്ഷേ നിൻ്റെ മുമ്പിൽ സീറോയായിരിക്കും, എന്നാൽ അല്പം കഴിയുമ്പോൾ നീ ഹീറോയായി മാറും. സ്വത്രം. ഇന്ന് നിൻ്റെ കയ്യിൽ ഒന്നും കാണത്തില്ലായിരിക്കും, പക്ഷേ അല്പകാലം കഴിയുമ്പോൾ നിൻ്റെ കരവും പേഴ്സും നിറഞ്ഞിരിക്കും. ഇന്നൊരു പക്ഷേ നീ ലോകയുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിരിക്കും, എന്നാൽ നീ സേവിക്കുന്ന ദൈവം ആ ചോദ്യചിഹ്നം മാറ്റി നിന്നെ യെസ്സാക്കി മാറ്റും. കാരണം എല്ലാവരുടെ മുമ്പിൽ നീ തലകുനിച്ച് നിന്നവനാ, നീ തലകുനിച്ച് നിന്നവളാ. ആ നിൻ്റെ തലയെ ഉയർത്താമെന്ന് പറഞ്ഞത് പാസ്റ്ററല്ല, സ്വർഗത്തിലെ ദൈവമാ. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ വെളിപ്പെടും, ഞാനൊരനുഗ്രഹമാകും എന്ന് ഹൃദയത്തിനകത്ത് ധൈര്യത്തോടെ പറ. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ചത്താലും ഞാൻ സ്വർഗത്ത് പോകുമെന്ന് പറയണം. സ്തോത്രം. അയ്യോ പാസ്റ്ററേ, ഞാൻ അങ്ങ് ചത്തുപോയാൽ എൻ്റെ മക്കളെന്തോ ചെയ്യും, എൻ്റെ കൂട്ടാളി എന്തോ ചെയ്യും, എൻ്റെ കുടുംബക്കാരെന്തോ ചെയ്യും? സ്തോത്രം. നമ്മളെല്ലാം ചിന്തിക്കുന്നത് അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ ചാവാൻ പേടി? സ്തോത്രം. അതുകൊണ്ടാണ് ചാവാൻ പേടി. അല്ല, നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നിനക്കൊരു ചിന്തയില്ല. എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ വീട്ടുകാർ, എൻ്റെ നാട്ടുകാർ, എൻ്റെ കൂട്ടുകാർ. സ്തോത്രം. ഇവരെ ആരെങ്കിലും നിനക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ? സ്തോത്രം. ഇവരെ ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമോ? എന്നെക്കൊണ്ട് പറ്റത്തില്ല. സ്തോത്രം. എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ എന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ എന്നെ ഒഴിവാക്കി ദൈവത്തെങ്കിലേക്ക് നോക്കണം. സ്തോത്രം. നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്ന അറിയാമോ? സ്തോത്രം. ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അപ്പന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി. സ്തോത്രം. അവരെ ജീവിപ്പിക്കാമെന്ന് വെച്ചാൽ എത്ര കാലം പറ്റും? സ്തോത്രം. അവരെ നമ്മൾ ജീവിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എത്ര കാലം നമ്മെ കൊണ്ട് പറ്റും? പക്ഷെ നിനക്ക് വേണ്ടി നീ ജീവിക്കുകയും നിന്നെ ഒഴിവാക്കി ദൈവത്തിന് വേണ്ടി നീ നിൽക്കുകയും ചെയ്ത് നോക്ക്. നിൻ്റെ കുടുംബത്തിനെല്ലാവർക്കും കൊടുക്കാൻ നിൻ്റെ കരത്തിൽ സ്വർഗത്തിൽ ദൈവം തരും.
നീ ഒരനുഗ്രഹമായി മാറിയിട്ട് നിൻ്റെ സഹോദരങ്ങളെല്ലാം അനുഗ്രഹിക്കാൻ നീ തയ്യാറായി മാറും. അതുകൊണ്ടാണ് ബിംബങ്ങളെ വിറ്റ് നടന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞ്, അബ്രഹാമേ, നീ എല്ലാവർക്കും ദൈവത്തെ കൊടുത്തിട്ട് നീ ദൈവമില്ലാത്തവനായി ജീവിക്കുന്ന എന്തിനാ? വാ, ഞാൻ നിനക്ക് ദൈവമായിരിക്കാം. സ്വത്രം. അബ്രഹാം സ്വത്രം അത് കേട്ട മാത്രയിൽ സ്വത്രം എല്ലാം വിട്ടിറങ്ങി. സ്വത്രം. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അബ്രഹാം ചോദിച്ചു, നീ എനിക്ക് എന്ത് തരും? സ്വത്രം. നീ എനിക്ക് എന്ത് തരും? സ്വത്രം. മോനെ, നീ ഒരനുഗ്രഹമാടാ. നീ മൂലം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുവടാ. അത് മതി കർത്താവേ. സ്വത്രം. ഇന്നലെ വരെ ആരും അത് പറഞ്ഞില്ല. എന്തിന്? രാവിലെ അപ്പനുണ്ടാക്കി കൊടുക്കുന്ന ബിംബങ്ങൾ മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ട് ഉള്ള പൈസയും കൊണ്ട് അപ്പൻ്റെ അടുക്കൽ വരുമ്പം, മോനെ നീ ഒരു അനുഗ്രഹമാടാ, നീ എനിക്കുള്ള മാനായി ജനിച്ചല്ലോടാന്ന് പറഞ്ഞ് അപ്പൻ അനുഗ്രഹിച്ചില്ല. എല്ലാവരുടെ ചേർന്നിരുന്ന് വെച്ച് വിളമ്പി കഴിക്കുമ്പോൾ, എൻ്റെ മോൻ അബ്രഹാം മൂലമാണ് ഞങ്ങൾക്കിന്ന് കഴിപ്പാൻ കിട്ടിയത്, മോനെ നീ ഒരു അനുഗ്രഹമാടാ എന്ന് പറഞ്ഞില്ല. സ്വത്രം. ഈ ബിംബം വാങ്ങിക്കൊണ്ട് പോകുന്ന വ്യാപാര ചന്തയിൽ നിൽക്കുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകുന്ന ആരും പറഞ്ഞില്ല, ഇത്രയും നല്ലൊരു ബിംബത്തെ നീ എനിക്ക് തന്നല്ലോ, നീ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞില്ല. പക്ഷേ എപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടോ, അന്ന് അവൻ ആദ്യമായിട്ട് കേട്ടോ, നീ ഒരു അനുഗ്രഹമാണെന്ന്. സ്വത്രം. എല്ലാ കണ്ണുകളിലൂടെ കേട്ടെ. സ്വത്രം. കുഞ്ഞേ, നീ സേവിക്കുന്ന ദൈവമുണ്ടല്ലോ, നിന്നെയാണ് വിളിച്ചത്. നിന്നോട് ദൈവം പറഞ്ഞത്, ഒരനർത്ഥവും വന്ന് ഭവിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന്. ഒരു രോഗത്തിനും നിന്നെ വിട്ടുകൊടുത്ത് ലോകയുടെ മുന്നിൽ ചോദിച്ചിനുമായി ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന്. നിൻ്റെ കണ്ണുനീരെ ഞാൻ തുടയ്ക്കുന്ന ദൈവമാണെന്ന്. നിൻ്റെ വേദനകളെ അകറ്റി നിനക്ക് സന്തോഷം തരുന്ന ദൈവമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം, അവൻ നിൻ്റെ കൂടെ അന്ത്യത്തോളം നിൽക്കുവാൻ മനസ്സുള്ളവനാണ്. അതുകൊണ്ട് ഈ ലോകത്തിലേക്കല്ല നീ നോക്കേണ്ടത്, മറ്റുള്ളവരിലേക്കല്ല നോക്കേണ്ടത്. അവരൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഇട്ടേച്ചു പോകും. എന്നാൽ എന്തെല്ലാം കാര്യം വന്നാലും നിന്നെ ഇട്ടേച്ചു പോകാത്തവനാണ് നിന്നെ വിളിച്ചത്. അവൻ്റെ മഹത്വം ഞാൻ കാണുമെന്ന് പറ. ഞാൻ മൂലം എൻ്റെ കുടുംബം കാണുമെന്ന് പറ, എൻ്റെ കുഞ്ഞുങ്ങൾ കാണുമെന്ന് പറ, എൻ്റെ കൂട്ടാളി കാണുമെന്ന് പറ. ഞാനൊരു അനുഗ്രഹമാണെന്ന് പറ. എൻ്റെ ദൈവത്തിന് ഞാനൊരു അനുഗ്രഹമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ലോകത്തിനൊരു അനുഗ്രഹമായി മാറും എന്ന് പറ. ഹൃദയം കൊണ്ട് പറ.